പണ്ടത്തെ പോലെ രാജനിപ്പം ഇവിടുന്ന് പതിവായി സാധനം കൊടുക്കുന്നില്ലേ? സ്ഥിരമായി വരാത്തതാണോ? അല്ല, ഞങ്ങളിങ്ങനെ ഷാപ്പ് മാറിയാറേ ആനെ കാണുന്നില്ല, അതാണ്. മറ്റേനെ കാണാൻ വന്നോ അവനെ? ആണോ? നമസ്കാരം. വി എം പൃഥ്വി മീഡിയ വീണ്ടും സ്വാഗതം. ഗജരാജമാണിക്യം പാമ്പാടി രാജൻ്റെ ഒരു നീരുകാലം കൂടി അവസാനിച്ചു. കഴിഞ്ഞ ദിവസമാണ് രാജനെ മദപ്പാടിൽ നിന്ന് അഴിച്ചത്. നീരുകാലത്തെ അവശതകളും ബുദ്ധിമുട്ടുകളും മാറ്റുന്നതിനുള്ള സുഖചികിത്സ ഇപ്പോൾ നൽകി വരുന്നു. രാവിലെയും വൈകുന്നേരങ്ങളിലുമുള്ള നടത്തമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ 2 വർഷം തുടർച്ചയായി വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ പാമ്പാടി രാജന് ഉണ്ടായതുകൊണ്ട് തന്നെ അവന് പരമാവധി എക്സസൈസും മറ്റ് പരിചരണങ്ങളും നൽകി ഇതിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഉടമസ്ഥരും പാപ്പാന്മാരും നടത്തുന്നത്. 1-ാം പാപ്പാൻ മനോജും 2-ാം പാപ്പാൻ ഷാരടിയുടെയും നേതൃത്വത്തിലാണ് ആനയുടെ പരിചരണങ്ങൾ നടക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം രാജനെ മൂടങ്കല്ലിങ്കൽ തറവാട്ടിൽ കൊണ്ടുപോകാറുണ്ട്. വൈകുന്നേരമാകുമ്പോൾ രാജൻ അതിനുവേണ്ടി തന്നെ തയ്യാറെടുത്ത് നിൽക്കാറുമുണ്ട്. നടത്തുവാനുള്ള സൗകര്യത്തിനു വേണ്ടി പൊത്തമ്പുറം ജംഗ്ഷൻ വഴി തിരിഞ്ഞാണ് രാജനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഈ യാത്രയിൽ പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ട്. വീട്ടിലേക്ക് തിരിയുന്ന വഴിയുടെ ഭാഗത്തെത്തുമ്പോൾ പാപ്പാൻ മനോജിനെ ഒന്ന് നോക്കി രാജൻ ഒന്ന് ദേഷ്യപ്പെടും. വീട്ടിലേക്ക് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നടന്നാൽ പോരെ എന്നാണ് ആ നോട്ടത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഒക്കെ അർത്ഥം. വളരെ നിർബന്ധിച്ചു വേണം ഇവിടെ നിന്നും രാജനെ എതിർവശത്തേക്ക് കൊണ്ടുപോകുവാൻ. അപ്പുറത്ത് വരാനായി ഞാൻ പിന്നെ അവിടെ നിൽക്കല്ലേ. രാജന് പതിവായി ഭക്ഷണം കൊടുത്തിരുന്ന കള്ള് ഷാപ്പ് മൂടങ്കല്ലിങ്കൽ പുരയിടത്തിൽ നിന്നും മാറ്റിയതോടുകൂടി പതിവായി രാജൻ ഇതുവഴി എത്തുന്ന പതിവില്ല. അതുകൊണ്ട് തന്നെ ഇതുവഴി രാജൻ കടന്നു പോകുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കുന്ന പതിവും ഇപ്പോൾ ഇവർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പണ്ടത്തെ പോലെ രാജനിപ്പം ഇവിടുന്ന് പതിവായി സാധനം കൊടുക്കുന്നില്ലേ? സ്ഥിരമായി വരാത്തതാണോ? അല്ല, ഞങ്ങളിങ്ങനെ ഷാപ്പ് മാറിയാറേ ആനെ കാണുന്നില്ല, അതാണ്. അതുകൊണ്ട് പോലെ ഔചാരികമായി വരുമ്പോൾ പെട്ടെന്ന് ഇനി കൊടുത്തൊരു ശീലമാക്കട്ടെ എന്ന് വിചാരിച്ചാണോ അല്ലേ? തീർച്ചയായിട്ടും. നേരത്തെ കൊടുത്തോണ്ടിരുന്നല്ലേ? പിന്നെ മദപ്പാടിന് ശേഷമുള്ള രാജൻ്റെ വഴിയടി ദൃശ്യങ്ങളാണിത്. മദപ്പാടിൽ നിന്ന് അഴിച്ചു
എന്ന വാർത്ത നൽകിയപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ, നീര് മുഴുവൻ ഒലിച്ചുപോയോ, എത്ര നാൾ മതമൊലിച്ചു തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങൾ പലരും ഉന്നയിക്കുകയുണ്ടായി. നിങ്ങൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണുക. ഏതെങ്കിലും തരത്തിൽ വാട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു ആനയുടെ ആരോഗ്യമാണോ പാമ്പാടി രാജന് ഇപ്പോഴുള്ളത്? വീഡിയോയ്ക്ക് താഴെ വന്ന് ഒരു അടിസ്ഥാനവുമില്ലാതെ പാമ്പാടി രാജനെ വാട്ടിക്കൊണ്ട് നടക്കുകയാണ് വീട്ടുകാരും പാപ്പാന്മാരും എന്ന തെറ്റായ വിമർശനം ഉന്നയിക്കുന്നവരാണ് ഇതിന് മറുപടി നൽകേണ്ടത്. ഗജരാജ പ്രജാപതിക്ക് അവൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ആരോഗ്യം ഇപ്പോഴുണ്ട്. ആ രാജകീയ പ്രൗഢി ചോർന്നു പോകാതെയുള്ള നടത്തം അത് വ്യക്തമാക്കുന്നതാണ്. മനോജ് പാമ്പാടി രാജൻ്റെ ഒന്നാം പാപ്പാൻ ആയതു മുതൽ മനോജ് നൽകുന്ന കമാൻഡുകൾ കൃത്യമായി രാജൻ അനുസരിക്കുന്നുണ്ട്. ഏത് പാപ്പാന്മാരുടെ അടുത്തും തൻ്റെ സ്വതസിദ്ധമായ കുസൃതി പാമ്പാടി രാജൻ പുറത്തെടുക്കാറുണ്ട്. തൻ്റെ യാത്ര മൂടങ്കല്ലിങ്കൽ വീട്ടിലേക്ക് ആണ് എന്നറിഞ്ഞതോടെ പാമ്പാടി രാജൻ്റെ നടത്തത്തിനുള്ള വേഗത കൂടി. അമ്മയെ കാണാമല്ലോ, അമ്മയുടെ കയ്യിൽ നിന്നും പലഹാരങ്ങളും ചോറുമൊക്കെ വാങ്ങിക്കഴിക്കാമല്ലോ എന്ന ചിന്തയാണ് ഈ കരിവീരനെ ഇപ്പോൾ നയിക്കുന്നത്. വീട്ടിലെത്തിയാൽ പിന്നെ രാജന് ധൃതിയാണ്. അമ്മ ഭക്ഷണവും പലഹാരവുമായി എത്തുന്നതുവരെ ആ ധൃതി അവൻ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഭക്ഷണം നൽകാൻ എത്തുന്നവർ ഭക്ഷണത്തിൻ്റെ കവർ പൊളിച്ചു മാറ്റുന്ന സമയമൊന്നും രാജൻ അനുവദിക്കില്ല. അതിനു മുമ്പ് തന്നെ തുമ്പിക്കൈകൊണ്ട് തോണ്ടൽ തുടങ്ങും. വേഗം താ, എന്താ നേരത്തെ കവർ നീക്കം ചെയ്യാതിരുന്നത് എന്നതാവും രാജൻ്റെ പക്ഷം.
തുമ്പിക്കൈയിലെ ചൊറിച്ചിൽ മാറിയിട്ടില്ല. ഇന്നും പതിവ് പോലെ ഭിത്തിയിൽ ഉരച്ച് ചൊറിയാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം ഇതിനെ മനോജ് വിലക്കിയപ്പോൾ രാജൻ തുമ്പിക്കൈ അടിച്ച് പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയായിരുന്നില്ല. ചൊറിയുന്നത് മനോജ് വിലക്കിയ അപ്പോൾ തന്നെ രാജൻ മാറി നിന്നു. കാണാൻ വന്നോ മകനെ? ആണോ? കണ്ടു പോരാ.
വിദേശത്തു നിന്നും അവധിക്കെത്തിയ ഉടമസ്ഥൻ റജിറ്റിൻ്റെ മോനാണിത്. രാജൻ മൂടൻകല്ലിങ്കൽ വീട്ടിലെത്തുമ്പോൾ തന്നെ വീടിൻ്റെ പരിസരവും മറ്റും ആരാധകരെ കൊണ്ട് നിറയും. ആ പതിവിന് ഇന്നും മാറ്റമുണ്ടായിരുന്നില്ല. മനുഷ്യരുടെ അതേ സ്വഭാവമാണ് ഭക്ഷണകാര്യത്തിൽ രാജനുള്ളത്. ചോറ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മധുരമുള്ള എന്തെങ്കിലും കിട്ടണം, അതും അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ. ബിസ്ക്കറ്റ് നൽകിയാണ് ലീലാമ്മ ചേച്ചി രാജൻ്റെ ഈ സ്വഭാവത്തെ മറികടക്കുന്നത്. ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞെങ്കിലും ഇഷ്ടന് അമ്മയുടെ അടുത്ത് നിന്ന് പോകാനൊരു മടി. പാപ്പാൻ മനോജ് നിർബന്ധിച്ചു വിളിച്ചിട്ടും മടിച്ച് അമ്മയെ നോക്കി നിൽക്കുന്ന കാഴ്ച കാണേണ്ടത് തന്നെയായിരുന്നു. ഒടുവിൽ തുമ്പിക്കൈ കൊണ്ട് അമ്മയ്ക്കൊരു വണക്കമൊക്കെ നൽകി മനസ്സില്ലാ മനസ്സോടെ രാജൻ കെട്ടുതറയിലേക്ക് നീങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. പാമ്പാടി രാജൻ്റെ 250-ൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി VM പ്രദീപ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാരുടെ വീഡിയോകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.